ലോകത്ത് സമാധാനം നിലനിർത്താൻ മാനവികത ഉയർത്തിപ്പിടിക്കുക പി നന്ദകുമാർ MLA. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും വിലാപത്തിന്റെയും സാഹചര്യത്തിൽ സമാധാനം നിലനിർത്താൻ മാനവികത ഉയർത്തിപ്പിടിക്കണമെന്ന് പി നന്ദകുമാർ MLA പറഞ്ഞു. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമൂഹ നോമ്പുതുറയുടെ ഭാഗമായുള്ള സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കാഹളം മുഴക്കിക്കൊണ്ടും ലോക ജനതയെ ആശങ്കയിലാഴ്ത്തിയ യുദ്ധഭീഷണിയെ അപലപിച്ചുകൊണ്ടും നടന്ന സൗഹൃദ സംഗമവേദിയിൽ വെച്ച് PCWF-ന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഭാഗമായുള്ള സഹായ വിതരണങ്ങളും നടന്നു. യുദ്ധം അവസാനിച്ച് സമാധാനം പുലരാനുള്ള പ്രത്യേക പ്രാർത്ഥനയും നടത്തി. മക്തും MP മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ജനപ്രതിനിധികളുമെല്ലാം പങ്കെടുത്ത ചടങ്ങിന് ശേഷം നടന്ന സമൂഹ നോമ്പുതുറയിൽ 2000-ലധികം പേർ പങ്കെടുത്തു. PCWF ഗ്ലോബൽ പ്രസിഡന്റ് CS പൊന്നാനി അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരനും PCWF ഉപദേശക സമിതി ചെയർമാനുമായ KP രാമനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ മുഖ്യാതിഥിയായിരുന്നു. കൂടെയുള്ളവർക്ക് കൂടൊരുക്കാം എന്ന പേരിൽ PCWF ആരംഭിച്ച ഹോം പ്രൊജക്ട് ഡിസൈൻ പ്രകാശനം അക്ബർ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ KV അബ്ദുൽ നാസർ നിർവഹിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുബ്സിറ സിറാജ്, പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K വത്സലകുമാർ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തേടത്ത്, ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ ഉദിനിപ്പറമ്പിൽ, അജയ് മോഹൻ, TM സിദ്ദീഖ്, അജിത് കൊളാടി, രവി തേലത്ത്, അഹമ്മദ് ബാഖഫി തങ്ങൾ, KP നൌഷാദ് അലി, മുഹമ്മദ് പൊന്നാനി, PP സക്കീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. TK അഷഫ്, OC സലാഹു, CK മുഹമ്മദ് ഹാജി, പ്രൊഫസർ VK ബേബി, റഫീഖ് നഹൽ എന്നിവർ സംബന്ധിച്ചു. ട്രോമ കെയർ ടീമിന് യൂണിഫോം വിതരണം, കാബ് ചികിത്സാ സഹായ സമിതിക്ക് ഫണ്ട് നൽകൽ, വിദ്യാഭ്യാസ സഹായ വിതരണം, സ്വാശ്രയ തൊഴിൽ സംരംഭം, തയ്യൽ മെഷീൻ വിതരണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. PCWF കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി CV മുഹമ്മദ് നവാസ് സ്വാഗതവും സംഘടക സമിതി കൺവീനർ മുജീബ് കിസ്മത്ത് നന്ദിയും പറഞ്ഞു. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി.